നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പെരിങ്ങാംകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവന്റെ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെള്ളിക്കുളങ്ങരയിൽ ഭാര്യയെ സ്റ്റീൽ കസേര കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഭർത്താവ് പോലീസ് പിടിയിൽ. മോനടി കൂട്ടാല രാജനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് ദർശന കൾച്ചറൽ ഫോറം വരന്തരപ്പള്ളിയുടെ സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവില 64,000-ന് താഴെ എത്തി. വാർത്തകൾ വിശദമായി. കൊടകര പെരിങ്ങാംകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവന്റെ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും വേഗം പിടികൂടാനാവുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പെരിങ്ങാക്കുളം കൈപ്പിള്ളി രാധാകൃഷ്ണന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി കവർച്ച നടന്നത്. വീടിന്റെ കിടപ്പുമുറിയുടെ ജനൽ കമ്പികൾ അറുത്തുമാറ്റി അകർത്തു കടന്ന മോഷ്ടാക്കൾ മുറിയിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന 53 പവന്റെ ആഭരണങ്ങളാണ് കവർന്നത്. വീട്ടുടമയും ഭാര്യയും ദൂരയാത്രയിലായിരുന്നു. കവർച്ച നടന്നതറിഞ്ഞ് വീട്ടുടമ നാട്ടിലെത്തിയിട്ടുണ്ട്. പരിസരത്ത് വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചെങ്കിലും നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. വെള്ളിക്കുളങ്ങരയിൽ ഭാര്യയെ സ്റ്റീൽ കസേര കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഭർത്താവ് പോലീസ് പിടിയിൽ. വെള്ളിക്കുളങ്ങരയിൽ ഭാര്യയെ സ്റ്റീൽ കസേര കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഭർത്താവ് പോലീസ് പിടിയിൽ. വെള്ളിക്കുളങ്ങര മോനടി കൂട്ടാല വീട്ടിൽ 57 വയസ്സുള്ള രാജ്നിയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പറയുന്നത് ഇങ്ങനെ: രാജൻ സ്ഥിരം മദ്യപാനിയാണ്. ഇയാളുടെ മദ്യപിച്ചുള്ള ആക്രമണം മൂലം മക്കൾ മാറിയാണ് താമസിക്കുന്നത്. ഭാര്യ ഇടയ്ക്ക് മക്കളുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ ഇയാൾ കൂട്ടുകാരുമായി വീട്ടിൽ മദ്യപിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9-ാം തീയതി കൂട്ടുകാരുമായി മദ്യപിക്കുന്നതിന് വേണ്ടി ഭാര്യയെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നതിനായി ശ്രമിച്ചപ്പോൾ ഭാര്യ മക്കളുടെ വീട്ടിലേക്ക് പോകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഭാര്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ K. കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ വെൽസ്, GSI മാരായ ജോയി, സതീശൻ, SPO രാകേഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് GASI ഷോജുവും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ഈ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് ദർശന കൾച്ചറൽ ഫോറം വരന്തരപ്പള്ളിയുടെ സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഫെബ്രുവരി 16 ഞായറാഴ്ച വൈകിട്ട് 6-ന് സെന്റ് ജോൺ ബോസ്കോ LP സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാധരൻ മാസ്റ്റർ ഈണമിട്ട ഗാനങ്ങളും മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളും കോർത്തിണക്കി പിന്നണി ഗായകർ അണിനിരക്കുന്ന കൽപ്പാന്തത്തോളം എന്ന പേരിൽ കലാസന്ധ്യയും ഒരുക്കും. ദർശന കൾച്ചറൽ ഫോറം രക്ഷാധികാരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ അധ്യക്ഷത വഹിക്കും. HNC പുസ്തക പ്രസാധന വിപണന സംരംഭത്തിന്റെ അമരക്കാരനായ TI വർഗീസ്, സാമൂഹ്യ പ്രവർത്തകനായ CA ബഷീർ, ദേശീയ ഫോറസ്റ്റ് കായികമേളയിൽ റൈഫിൾ ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയ PJ നിജോ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ഫാദർ ജിയോ ആലനോലിക്കൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, ദർശന കൾച്ചറൽ ഫോറം സെക്രട്ടറി ലിജോ കുറ്റിക്കാടൻ, സമാദരണ അവാർഡ് കലാസന്ധ്യ കൺവീനർ സെബി മഞ്ഞളി എന്നിവർ പ്രസംഗിക്കും. സിനിമാ താരം ജയരാജ് വാര്യരാണ് കലാസന്ധ്യയുടെ അവതാരകൻ. പരിപാടിയുടെ പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ആന്റോ പയ്യപ്പള്ളി, ടോണി തോമസ്, സെബി മഞ്ഞളി, ബാസ്റ്റിൻ പയ്യപ്പള്ളി എന്നിവർ പങ്കെടുത്തു. വർഷം തോറും സംഘടിപ്പിക്കാറുള്ള സംഗീത ശ്രേഷ്ഠ അവാർഡ് കലാസന്ധ്യ ഫെബ്രുവരി 16 ഞായറാഴ്ച 6 മണിക്ക് വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോ LP സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറുകയാണ്. ഈ വർഷത്തെ 3ാമത് ദർശന സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനും ഈ വർഷത്തെ മികച്ച ഗായകനുള്ള
സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ആദരണീയനായ സർവശ്രീ വിദ്യാധരൻ മാസ്റ്ററെയാണ്. 25,000 രൂപയും പ്രശസ്തി പലകവുമാണ് അദ്ദേഹത്തിന് നൽകി ദർശന ആദരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ HNC പുസ്തക പ്രസാധക വിപണന രംഗത്തെ പതിറ്റാണ്ടുകളായി നിലയുറപ്പിച്ചിട്ടുള്ള ശ്രീ TA വർഗീസ് അവരുടെ ആയിരങ്ങൾക്ക് സാന്ത്വനമായി പ്രവർത്തിക്കുന്ന തണൽ വീടിന്റെ സാരഥി ശ്രീ ബഷീർ. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രതി ബാബു അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയേങ്കര, സുമ ഷാജു, രശ്മി ശ്രീശോഭ്, ഫിലോമിന ഫ്രാൻസിസ്, ICDS സൂപ്പർവൈസർ PK വിനോദിനി, അസിസ്റ്റന്റ് സെക്രട്ടറി MA അനൂപ്, പ്ലാൻ ക്ലർക്ക് PU സജിമോൾ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് നൽകുന്ന വാട്ടർ ടാങ്കിന്റെ വിതരണോദ്ഘാടനം വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രതി ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CC സോമസുന്ദരൻ, ഷാജു കാളിയങ്കര, ടീന തോബി, സുമ ഷാജു, രശ്മി ശ്രീശോഭ്, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MA അനൂപ് എന്നിവർ പ്രസംഗിച്ചു. കാലവർഷത്തിൽ വെള്ളക്കെട്ടിലാകുന്ന തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം ഭാഗത്തെ ജനങ്ങളുടെ ശാശ്വത പരിഹാരം കാണുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം അനു പനങ്കൂടൻ ജില്ലാ കളക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്കും പരാതി നൽകി. മേഖലയിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം അളഗപ്പനഗർ പഞ്ചായത്തിലെ കല്ലൂർ പാലം തോടിന്റെ ഒരു വശത്തെ ബണ്ട് ഭാഗികമായി തകർന്ന് ഒഴുകിവരുന്ന വെള്ളമാണെന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ പരാതി. മുൻപ് കളക്ടറേറ്റിൽ പരാതി നൽകിയതിനെ തുടർന്ന് തോടിന്റെ വശം കെട്ടി സംരക്ഷിക്കുന്നതിനായി നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിയിരുന്നു. എന്നാൽ അളഗപ്പനഗർ പഞ്ചായത്ത് പദ്ധതിയുടെ പണി ആരംഭിച്ചപ്പോൾ തകർന്ന വശമല്ല കെട്ടിയതെന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ ആരോപണം. കൂടാതെ കെട്ടിത്തുടങ്ങിയ ഭാഗത്തു നിന്നും ലഭിച്ച മണ്ണ് ബണ്ട് പൊട്ടിയ ഭാഗത്ത് നിക്ഷേപിച്ചുവെന്നും അത് തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 2024 ഓഗസ്റ്റിൽ പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ സ്ഥലത്തെ സ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ തഹസിൽദാരെ ജില്ലാ ഭരണകൂടം ചുമതലപ്പെടുത്തിയിരുന്നു. തഹസിൽദാരുടെ റിപ്പോർട്ടിന്മേൽ പിന്നീട് നടപടി ഉണ്ടായില്ലെന്നും പരാതിയിൽ പറയുന്നു. വർഷങ്ങളായുള്ള പള്ളം നിവാസികളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെങ്ങാലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് അംഗത്തിന്റെ മകൾക്കായി നൽകുന്ന 1 ലക്ഷം രൂപയുടെ വിവാഹ സമ്മാനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വിതരണം ചെയ്തു. പൈലൻ ചക്കൽത്തിയുടെ മകളുടെ വിവാഹത്തിനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭദ്രം പദ്ധതിയിൽ നിന്നും വിവാഹ സമ്മാനം നൽകിയത്. ചടങ്ങിൽ ചെങ്ങാലൂർ യൂണിറ്റ് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി, ജില്ലാ സെക്രട്ടറി MK പോൾസൺ, പുതുക്കാട് നിയോജക മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ്, പുതുക്കാട് നിയോജക മണ്ഡലം ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെങ്ങാലൂർ യൂണിറ്റ് സെക്രട്ടറി പോൾ കണ്ണമ്പുഴ, വൈസ് പ്രസിഡന്റ് മനോജ് പെരുമറത്ത്, ജോയിന്റ് സെക്രട്ടറി വിശ്വംഭരൻ എരിയക്കാടൻ, യൂണിറ്റ് ട്രഷറർ EV ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് ദീപ മുകുന്ദൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് വിജിത് കുമാർ എന്നിവർ സന്നിഹിതരായി. അത് നമുക്കൊന്നും എന്താ പറയാ, നമുക്ക് പെട്ടെന്നൊന്നും അത് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആശയങ്ങളുമായിട്ടാണ് അദ്ദേഹം ഓരോ പദ്ധതികളും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തിനെ അഭിസംബോധന ചെയ്യാൻ വിട്ടുപോയി. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ വരുന്ന ഓരോ ആശയങ്ങളും അത് കൊടുക്കുമ്പോഴും നമുക്ക് യാതൊരുവിധ സന്തോഷവും ഇല്ല. നമ്മൾ വളരെ വിഷമത്തോട് കൂടിയ. അപ്പം ഞങ്ങൾ ചിന്തിച്ചു, ഇതിൽ അല്പം സന്തോഷം കൂടി കൊണ്ടുവരണമല്ലോ. ദുഃഖം മാത്രം പോരല്ലോ, സന്തോഷവും ദുഃഖവും സന്താപവും എല്ലാം ഇഴചേർന്ന് പോകുന്നതാണല്ലോ ജീവിതം. അപ്പോൾ ഭദ്രം പദ്ധതിയിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു സന്തോഷമാണ് വിവാഹ സമ്മാനം. മക്കളുടെ വിവാഹം നടക്കുമ്പോൾ അവരെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുക, സന്തോഷത്തോടു കൂടി അവരെ അനുഗ്രഹിക്കുക, അതോടൊപ്പം അവർക്ക് 1 ലക്ഷം രൂപയുടെ സമ്മാനം കൊടുക്കുക.
ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി സച്ചിൻ ഷാജു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ടിറ്റോ, അഖിൽ, അർജുൻ തോട്ടത്തി, എൻജോയ് വല്ലച്ചിറ, എനോയ് വല്ലച്ചിറ, കോൺഗ്രസ് പ്രവർത്തകരായ ബിബിൻ കുറ്റിക്കാടൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. യൂത്ത് കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ്, കൃപേഷ്, ശരത് ലാൽ എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനം സംയുക്തമായി ആചരിച്ചു. അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹരൻ ബേബി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ആൻ സാന്റോ, ആൽബിൻ സ്റ്റാൻലി, അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിജോ പുന്നക്കര, ബ്ലോക്ക് സെക്രട്ടറി മനോജ് സുന്ദർ, സുന്ദരൻ വെണ്ടർ, ജെയ്സൺ മഞ്ഞളി എന്നിവർ സന്നിഹിതരായി. കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അളഗപ്പനഗർ പഞ്ചായത്തിലെ പാരിജാതം ഹരിതസേനയ്ക്കും സുവർണ സംഘത്തിനുമായി 8 ലക്ഷം രൂപയുടെ കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം വി കെ വിനീഷ് അധ്യക്ഷത വഹിച്ചു. ഹരിതസേനാംഗം സംഗീത മണിക്കുട്ടൻ പ്രസംഗിച്ചു. ജില്ലയിലുടനീളം തരിശു നിലങ്ങളിൽ കൃഷി ചെയ്ത് സംസ്ഥാന സർക്കാരിന്റെ നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഹരിതസേന പ്രവർത്തകർക്കാണ് കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തത്. ആളൂർ വിശ്വനാഥപുരം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കാവടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി വി പി ഉദയൻ കൊടിയേറ്റം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് ഷാബു പാടത്തി, സെക്രട്ടറി പ്രതാപൻ കോതകുളങ്ങര, ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർമാരായ സുമിത് കല്ലിങ്ങപ്പുറം, ദിലീപ് പൈക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് കാവടി ഉത്സവം. അന്നേ ദിവസം രാവിലെ നിർമാല്യം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹവനം, ഉഷപൂജ, പന്തീരടി പൂജ, തുടർന്ന് പറനിറപ്പ്, നവകം, പഞ്ചഗവ്യം, മധ്യാഹ്ന പൂജ, ഉച്ചയ്ക്ക് 12 മുതൽ കാവടിയാട്ടം, വൈകിട്ട് 6-ന് ഭജന, രാത്രി 10 മുതൽ 12 വരെ കാവടിയാട്ടം എന്നിവയും ഉണ്ടാകും. മികച്ച ജൈവ കർഷകർക്ക് നൽകുന്ന സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ അക്ഷയശ്രീ പുരസ്കാരത്തിന് മറ്റത്തൂർ ഇത്തുപ്പാടം തൊഴുത്തുംപറമ്പിൽ TP വിനയൻ അർഹനായി. 50,000 രൂപയാണ് പുരസ്കാരം. ഇഞ്ചക്കുണ്ടിലെ 10 ഏക്കർ സ്ഥലത്ത് ജൈവ കൃഷി നടത്തുന്നുണ്ട്. 400 ഇനം പഴവർഗ്ഗങ്ങൾ ജൈവ രീതിയിൽ കൃഷിയിറക്കിയത് വാങ്ങുന്നതിന് ഒട്ടേറെ ഉപഭോക്താക്കളുണ്ട്. 20 ഏക്കർ പാട്ടഭൂമിയിലും ജൈവ പച്ചക്കറി കൃഷി പല സ്ഥലങ്ങളിലായി നടത്തുന്നുണ്ട്. 14 വർഷം മസ്കത്തിലായിരുന്ന വിനയൻ അവിടെയും ജൈവ പച്ചക്കറി കൃഷി ഇറക്കിയിരുന്നു. 2019 തിരിച്ചെത്തിയ ഇദ്ദേഹവും ഭാര്യ വിജിതയും ഒന്നിച്ച് കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. മക്കളായ പ്രജ്വലും പ്രതിഭയും കൃഷിയിൽ താല്പര്യമുള്ളവരാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവില 64,000-ന് താഴെയെത്തി. 1 പവൻ സ്വർണത്തിന്റെ ബുധനാഴ്ചത്തെ വിപണി നിരക്ക് 63,520 രൂപയാണ്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,940 രൂപയായി. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,550 രൂപയുമാണ്. ചൊവ്വാഴ്ച 64,480 എന്ന റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞിരുന്നു. ഇനി കാണാം ഇൻഫോടോക്ക്. മുഖം സുന്ദരമാക്കാൻ ഏറ്റവും മികച്ചതാണ് മുൾട്ടാണി മിട്ടി. മുഖത്തെ അധികമുള്ള എണ്ണമയം എളുപ്പം നീക്കം ചെയ്യാൻ മുൾട്ടാണി മിട്ടി സഹായിക്കും. മുഖക്കുരുവിനെ തടയാനും പാടുകളെ നീക്കം ചെയ്യാനും ഇവ സഹായിക്കും. റിപ്പോർട്ട് കാണാം. മുഖക്കുരു, പാടുകൾ, മുറിവിന്റെ പാടുകൾ എന്നിവ സുഖപ്പെടുത്തുന്ന ഫലപ്രദമായ ധാതുക്കൾ മുൾട്ടാണിമിട്ടിയിൽ അടങ്ങിയിരിക്കുന്നു. മുഖത്തെ കരുവാളി പകറ്റാൻ പരീക്ഷിക്കാം മുൾട്ടാണിമിട്ടി കൊണ്ടുള്ള ഫേസ് പാക്കുകൾ. 2 സ്പൂൺ മുൾട്ടാണിമിട്ടിയും അല്പം റോസ് വാട്ടറും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക. നന്നായി ഉണങ്ങിയതിനു ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഈ പാക്ക് ഇടുന്നത് മുഖം സുന്ദരമാക്കാൻ സഹായിക്കും. മറ്റൊന്നാണ് മുൾട്ടാണിമിട്ടിയിൽ തൈര് ചേർത്ത് ഉപയോഗിക്കുന്നത്. മുൾട്ടാണിമിട്ടിയിൽ അല്പം തൈര് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടുക. 20 മിനിറ്റിന് ശേഷം കഴുകി കളയാം. മുഖത്തെ കരുവാളിപ്പ് മാറ്റാനും നിറം വർദ്ധിപ്പിക്കാനും ഈ പാക്ക് സഹായിക്കും. മുൾട്ടാണിമിട്ടിയിൽ പാല് ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ്. 2 സ്പൂൺ മുൾട്ടാണിമിട്ടിയിലേക്ക് അല്പം പാല് ചേർത്ത് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക.
20 മിനിറ്റിനു ശേഷം കഴുകി കളയുക. ഈ പാക്ക് മുഖം സുന്ദരമാക്കാൻ നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ മാധ്യമ പഠനത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, ഡിപ്ലോമ എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. +2, ബിരുദം എന്നീ യോഗ്യതയുള്ളവർക്ക് ഫെബ്രുവരി 15 വരെ അപേക്ഷിക്കാം. പ്രിന്റ് മീഡിയ, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ അധിഷ്ഠിതമായ ജേർണലിസം, വാർത്താ അവതരണം, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഇൻഫോപ്രനർഷിപ്പ് തുടങ്ങിയവയിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ കെൽട്രോൺ നോളജ് സെന്റർ, 2nd ഫ്ലോർ, ചെമ്പിക്കളം ബിൽഡിംഗ്, ബേക്കറി ജംഗ്ഷൻ, വടുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: മൊബൈൽ 9544958182, ലാൻഡ് ലൈൻ 0471409444. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തെ DCFA, 4 മാസ ടാലി കോഴ്സുകളിലേക്ക് +2 കൊമേഴ്സ് ഡിഗ്രിയുള്ളവർക്കും ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷന് SSLC യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. 4 മാസമാണ് കാലാവധി. 6 മാസ DCA കോഴ്സിന് +2 ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: ലാൻഡ് ലൈൻ 047722507551, മൊബൈൽ നമ്പറുകൾ: ആദ്യ നമ്പർ 9447918589, അടുത്ത നമ്പർ 7559935097. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7940 രൂപ, പവന് 63,520 രൂപ. അളകപ്പ നഗർ തെക്കൂട്ട് വീട്ടിൽ ഉണ്ണിച്ചക്കൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രികയാണ് ഭാര്യ. ദിനേശ് കുമാർ, സതീഷ് കുമാർ, ഷീജ, ജിഷ എന്നിവർ മക്കളും. സിനി, രജനി, ശശി, ഷാജു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ രണ്ടാങ്കല്ല് പടിഞ്ഞാറേത്തല നെൽസൺ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. കോടാലി ഒമ്പതുങ്ങൽ കൊച്ചുപുരയ്ക്കൽ ജോർജ് വർഗീസ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വാൽക്കുളമ്പ് സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ. നെന്മണിക്കര കോണത്ത് പരേതനായ ആന്റണി ഭാര്യ മേരി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷാജു, ഷീബ, ഷിജി എന്നിവർ മക്കളും. സിജി, അബി, ജോസഫ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പെരിങ്ങാംകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവന്റെ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെള്ളിക്കുളങ്ങരയിൽ ഭാര്യയെ സ്റ്റീൽ കസേര കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഭർത്താവ് പോലീസ് പിടിയിൽ. മോനടി കൂട്ടാല രാജനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് ദർശന കൾച്ചറൽ ഫോറം വരന്തരപ്പള്ളിയുടെ സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവില 64,000-ന് താഴെ എത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.